ഹലോ സ്നേഹിതരെ, പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ കൗമാരകാലത്ത് അല്ലെങ്കിൽ ടീനേജേഴ്സ് കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രണയം ഉണ്ടായാൽ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും? മാതാപിതാക്കൾ പഠിക്കുന്ന കാലത്ത് പ്രണയത്തിലാവുമ്പോൾ മാതാപിതാക്കൾക്ക് തീർച്ചയായും അതൊരു ആശങ്കയാണ്. എന്നാൽ ദേഷ്യപ്പെടുകയോ അമിതമായി നിയന്ത്രിക്കുകയോ ചെയ്യുന്നത് കുട്ടികളെ നിങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് അകറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് മിതമായി സംസാരിക്കുക എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ പ്രധാനമായും ചെയ്യേണ്ടത്. രണ്ട് പ്രധാനപ്പെട്ട ഓപ്ഷൻസാണ് മാതാപിതാക്കൾ തീർച്ചയായിട്ടും ചെയ്യുന്നത്. ഒന്ന്, അവരെ മോട്ടിവേറ്റ് ചെയ്യും, ഫൺ ക്രിയേറ്റ് ചെയ്യും. ഇന്നത്തെ ന്യൂജൻ പേരൻസൊക്കെ അവരെ ഒരു ഫൺ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ ചെയ്യാറുണ്ട്. എന്നാൽ ചില മാതാപിതാക്കൾ അതിനെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്, അതിനോട് വികാരപരമായി ഇടപെടാറുണ്ട്, പെരുമാറാറുണ്ട്. ഈ സാഹചര്യത്തെ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന 5 ടിപ്സുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എങ്ങനെ അവരോട് ഇടപെടണം? ഒന്ന്, സ്റ്റേ കാം എന്നുള്ളതാണ്. ശാന്തത പാലിക്കുക. പരിഭ്രാന്തരാകാതെ, ടെൻഷൻ വരാതെ ശാന്തത പാലിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാര്യം അറിയുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അവരെ തല്ലുകയോ വഴക്കിടുകയോ നമ്മൾ ചെയ്യരുത്. കൗമാരപ്രായത്തിൽ ഇത്തരം ആകർഷണങ്ങൾ സ്വാഭാവികമാണെന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അമിതമായി പ്രതികരിച്ചാൽ കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ അവർ ശ്രമിക്കും, നിങ്ങളോട് കള്ളം പറയാനും തുടങ്ങും. അതുകൊണ്ട് സ്വയം നിയന്ത്രിച്ച് ശാന്തരായി നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സ്റ്റേ കാം. പോട്ടെ, എത്ര വരെ പോവും നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ കാം ആവുക. പെട്ടെന്നുള്ള പ്രതികരണം പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. രണ്ടാമത്തെ കാര്യം, തുറന്ന സൗഹൃദ സംഭാഷണം ഉണ്ടാകുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക. അതിനുചിതമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. ജസ്റ്റ് ഒരു പിക്നിക്കിന് പോവുകയോ ഒരു ഔട്ടിങ്ങിന് പോവുകയോ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീം കഴിക്കാൻ പോവുകയോ ഒക്കെ ചെയ്തിട്ട് അവരോട് ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടും. മക്കളെ, ഞാൻ ഇങ്ങനൊരു സംഭവം അറിഞ്ഞല്ലോ, എന്താണ്, നീ സീരിയസ് ആണോ, എന്തുവാ അതിൻ്റെ പുറകെയുള്ള കാര്യം എന്ന് ചോദിക്കുക. കുട്ടിയെ ഒരിക്കലും ഒരു കുറ്റവാളിയെ പോലെ ചോദ്യം ചെയ്യാതെ ഒരു സുഹൃത്തിനെ പോലെ വളരെ ഇരുത്തി സംസാരിക്കുക. അവരുടെ വികാരങ്ങൾ, അവർക്ക് ഒരുപാട് വികാരങ്ങൾ പറയാനുണ്ട്. ഈ ഏജിൽ ഒരുപാട് അവർക്ക് ഹോർമോൺ ചേഞ്ചസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് പൂർണ്ണമായിട്ട് അവർക്ക് പല വികാരങ്ങളുണ്ടാകാം. അവരുടെ വികാരങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയാതെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ലിസൺ വെൽ. അത് എന്താണ് അത് വളർത്തുന്നത്? എൻ്റെ പേരൻസിനോട് എനിക്ക് എന്തും തുറന്നു പറയാമെന്നുള്ള ഒരു സുരക്ഷിതത്വം അവർക്ക് നിങ്ങൾ കൊടുക്കുകയാണ്. അവരത് അനുഭവിക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമുക്കുണ്ടാക്കാം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഏജിൻ്റെ പ്രയോറിറ്റി എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്നത്തെ മുൻഗണന എന്താണ് അത് മനസ്സിലാക്കുക. പ്രണയം തെറ്റാണെന്ന് ഒരു കാരണവശാലും പറയരുത്. പ്രണയം തെറ്റല്ല, മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വികാരമാണ്. എന്നാൽ പ്രണയം തെറ്റാകുന്നതിന് പകരം ജീവിതത്തിൻ്റെ ഓരോ സമയത്തും അതിനുള്ള അവസരമുണ്ട്. പ്രണയിക്കാനൊരു സമയമുണ്ട്, പഠിക്കാനൊരു സമയമുണ്ട്, അതിൻ്റെതായ സമയമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ നിൻ്റെ പ്രയോറിറ്റി എന്താണ്? പഠനമാണോ അതോ പ്രണയമാണോ? നല്ല ഒരു കരിയർ കെട്ടിപ്പടുത്തുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് സമയമാകുമ്പോൾ അതിൻ്റെ അവസരമുണ്ട്. പക്വതയും പ്രായവും ഒക്കെയുള്ള ഒരാളെ കണ്ടുപിടിച്ച് തീർച്ചയായിട്ടും നീ പ്രണയിക്കണം, സ്നേഹിക്കണം, സ്നേഹത്തോടെയും വർത്തിക്കണം. അന്ന് നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു ഉറപ്പും അവർക്ക് കൊടുക്കണം. ഇപ്പോഴത്തെ പ്രയോറിറ്റി പഠനമാണ്. പഠനം തകർന്നാൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്, അതിനെപ്പറ്റി വളരെ സൗണ്ട് കുറച്ച് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളുടെ സൗണ്ട് ഒരിക്കലും ഉയരാൻ പാടില്ല. വളരെ പീസ്ഫുള്ളായിട്ട് സംസാരിക്കുക. ഇതാണ് മൂന്നാമത്തെ കാര്യം.
നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെറ്റ് ബൗണ്ടറീസ്, അതിരുകൾ നിശ്ചയിക്കുക. നിങ്ങൾ കുഞ്ഞുങ്ങളോട് ഈ കാര്യം അറിഞ്ഞതിന് ശേഷം പഴയതുപോലെ തന്നെ സ്നേഹത്തോടെ പെരുമാറുന്നതിനൊപ്പം ചില കർശനമായ അതിരുകൾ സ്നേഹത്തോടെ വയ്ക്കാൻ മടിക്കരുത്. പഠന സമയത്ത് ഫോണിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പഠന സമയത്ത് ഫോണിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുക. രാത്രിയിൽ വൈകി കിടന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ രാത്രി ഫുള്ള് ഫോണിനകത്തിരിക്കുന്നത്, അതിനെയൊക്കെ ജസ്റ്റ് കൺട്രോൾ ചെയ്യുക. സംസാരിക്കാൻ സമയം കൊടുക്കുക. ചില നിബന്ധനകൾ വെക്കുക. എന്നാൽ അത് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലോ അവരെ റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലോ അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലോ ആകാൻ പാടില്ല എന്നുള്ളതാണ് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം. സെറ്റ് ബൗണ്ടറീസ്. അത് വളരെ പീസ്ഫുള്ളി ആയിരിക്കണം, കാംഫുള്ളി ആയിരിക്കണം, ഹാർഡായിട്ടുള്ളതായിരിക്കരുത് എന്നുള്ളത് ഓർക്കുക. അഞ്ചാമത്തെ കാര്യം, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അഞ്ചാമത്തെ, ബ്ലെയിം ചെയ്യാതെ ഇരിക്കുക. ആവശ്യമെങ്കിൽ കൗൺസിലറുടെ സഹായം തേടുക. നിങ്ങൾ എത്ര പറഞ്ഞിട്ടും, പേരൻസ് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ്, അതിനോട് വേണ്ടാത്ത തരത്തിൽ പ്രതികരിക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായം തേടുക. എന്തിനാണ് നമ്മളൊരു കൗൺസിലറുടെ അടുത്ത് പോകുന്നത്? കൗൺസിലറുടെ സഹായം തേടുന്നത് എന്തിനാണ്? ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊരാൾ, പേരൻസ് പറയുന്നതിനേക്കാൾ നല്ലത് അത് പ്രൊഫഷണലായിട്ട് അറിയാവുന്ന ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള താല്പര്യം കാണിക്കാനിടയുണ്ട്. അതുകൊണ്ടാണ് ഒരു കൗൺസിലറുടെ സഹായം തേടുക എന്ന് ഞാൻ പറഞ്ഞത്. ഓർക്കുക, ഈ പ്രായത്തിൽ വിരട്ടലല്ല അവർക്ക് വേണ്ടത്, മറിച്ച് ശരിയായ ദിശാബോധമാണ്. ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരിക്കലും കുഞ്ഞുങ്ങളെ ബ്ലെയിം ചെയ്യാതിരിക്കുക. ഇതിൻ്റെ പേരിൽ ഓരോന്ന് പറഞ്ഞ് കുത്തുവാക്കുകൾ പറയാതിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. പല മാതാപിതാക്കളും കുത്തുവാക്കുകൾ പറയും. ചില ജീവിത സാഹചര്യങ്ങളിൽ ഈ കാര്യങ്ങൾ കണക്ട് ചെയ്യും. അതൊന്നും ചെയ്യാതെ, ബ്ലെയിം ചെയ്യാതെ, മാനസികമായി ഒറ്റപ്പെടുത്താതെ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരാഗ്രഹം അവർ ജനിപ്പിക്കുക. നമ്മൾ എതിരല്ല, പേരൻസ് എതിരല്ല ഒന്നിനും. എന്നാൽ പേരൻസ് കൂടെയുണ്ട്. നല്ലൊരു മെൻറ്ററായി നമ്മൾ വർത്തിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ കൂടെ എന്ത് കാര്യങ്ങളിലും, അവരുടെ വികാരപരമായ കാര്യങ്ങളിലും, അവരുടെ പഠന കാര്യങ്ങളിലും, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം അവർ ജനിപ്പിക്കുക. പേരൻസ് നമ്മളെതിരല്ല ഒന്നിനും. മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു നല്ല വികാരമാണ് സ്നേഹം, പ്രണയം, ഇതെല്ലാം. അതിനെ നന്നായിട്ട് കുഞ്ഞുങ്ങൾ അവരുടെ ഏജ് ആവുമ്പോൾ അവർക്ക് ആസ്വദിക്കാനുള്ള സമയം, അവസരം അവർക്ക് കിട്ടും. ആ ഒരു ബോധ്യം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കൊടുത്ത് കുഞ്ഞുങ്ങളെ നന്നായിട്ട് നമുക്ക് രൂപപ്പെടുത്താം. നമ്മൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. നമ്മൾ സ്നേഹിതരാണ്. സ്നേഹത്തിനെതിരല്ല, പ്രണയത്തിനെതിരല്ല. പ്രണയം ജീവിതത്തിൻ്റെ നല്ല അനുഭവമാണ്. അത് കുഞ്ഞിനെ കാട്ടിക്കൊടുക്കാൻ പേരൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കട്ടെ. കുഞ്ഞുങ്ങളെ ഒറ്റപ്പെടുത്താതെ നമുക്കൊരു പ്രൊഫഷണൽ കൗൺസിലറുടെ അടുത്ത് പോവാം. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും ഇടാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു.